നിലമ്പൂരിൽ പ്രചരണം ചൂടുപിടിക്കുകയാണ്. അണിയറയിൽ സ്ഥാനാർത്ഥി തന്നെ ചർച്ചകളൊക്കെ സജീവമാണ്. പല പേരുകളും കേൾക്കുന്നു. അതിൽ VS ജോയി, ആര്യാടൻ ഷൗക്കത്ത്, അതേപോലെ KP നൗഷാദ് അലി, ഇവരുടെയൊക്കെ പേരുകൾ പല കോണുകളിൽ നിന്ന് പല നേതാക്കളും പറയുന്നുണ്ട്. പലരും നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഇവർക്കൊക്കെ സാധ്യതയുണ്ട് എന്ന മട്ടിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. LDFിൻ്റെ കാര്യത്തിലാണെങ്കിൽ സ്വതന്ത്രരെ പരീക്ഷിക്കാൻ ഇറങ്ങുന്നു. എന്തൊക്കെയാണ് നിലമ്പൂരിലെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ? ഡോക്ടർ അരുൺ, UDFിനകത്താണ് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കടമ്പയുള്ളത്. കാരണം UDFിനകത്ത് രണ്ട് പേരുകൾ, എല്ലാവർക്കും അറിയാവുന്ന രണ്ട് പേരുകളാണ്. ഒന്ന് ആര്യാടൻ ഷൗക്കത്തിൻ്റെതാണ്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ലെഗസിയുള്ള മണ്ഡലമാണ്. ആര്യാടൻ മുഹമ്മദിൻ്റെ പേരിൽ അറിയപ്പെടുന്ന, ലീഗിനെ പോലും ആര്യാടൻ മുഹമ്മദ് വിറപ്പിച്ച മണ്ഡലമാണ്. അപ്പോൾ സ്വന്തം ഉപ്പായുടെ മണ്ഡലത്തിൽ മത്സരിക്കുക എന്നുള്ള മകൻ്റെ ആഗ്രഹം ആര്യാടൻ ഷൗക്കത്തിനുണ്ട്. ഒരു തവണ പരാജയപ്പെട്ടെങ്കിൽ കൂടി വീണ്ടും ഒരു അവസരം, ഇപ്പോൾ പ്രത്യേകിച്ച് PV അൻവറിൻ്റെ പിന്തുണയൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ KPCC ആഗ്രഹിക്കുന്ന ഒരു പുതിയ മുഖത്തെ അവതരിപ്പിച്ചുകൊണ്ട്, ഈ പുതിയ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, പുതിയ കാലത്തെ രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് ജയിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പക്ഷേ ആ ഒരു തർക്കം ഇപ്പോൾ നിലനിൽക്കുമ്പോൾ ആ തക്കം പാത്തിരിക്കുന്നത് LDF ആണ്. കാരണം ഈ തർക്കത്തിനിടയിൽ ആരെങ്കിലും കൊഴിഞ്ഞുപോയാൽ അത് സ്വതന്ത്ര പരീക്ഷണത്തിലൂടെ വിജയിപ്പിച്ചെടുക്കാൻ വീണ്ടും സാധിക്കുമോ എന്നുള്ള തക്കം പാർത്തിരിക്കുകയാണ് LDF. ഈ രണ്ട് സസ്പെൻസുകളാണ് നിലമ്പൂരിനെ രാഷ്ട്രീയമായി കേരളത്തിന് ഉറ്റുനോക്കാൻ പ്രധാനപ്പെട്ട കാരണം. VS ജോയിയോ ആര്യാടൻ ഷൗക്കത്താണോ? VS ജോയി വന്നാൽ ആര്യാടൻ ഷൗക്കത്ത് മറികണ്ഠം ചാടുമോ? അല്ലെങ്കിൽ ആരായിരിക്കും LDFിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ NDAക്ക് ഒരു 8,000-നും 12,000-നും ഇടയിൽ വോട്ടുണ്ട് അവിടെ. അവർ മത്സരിക്കുന്ന കാര്യത്തിൽ പോലും തീരുമാനമായിട്ടില്ല. അവർ മത്സരിച്ചില്ലെങ്കിൽ അത് വലിയ രാഷ്ട്രീയ കൗതുകമായിരിക്കും. കാരണം അത് ആർക്ക് അനുകൂലമായിട്ട് വരും എന്നുള്ളതാണ്. പിന്നീട് വലിയ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്കും ആരോപണങ്ങൾക്കൊക്കെ കാരണമാകാൻ സാധ്യതയുള്ള ഒരു നീക്കം കൂടിയായിരിക്കും അത്. ഏതായാലും നിലമ്പൂരിലെ രാഷ്ട്രീയ ഉത്സവം തുടങ്ങാറായി. അതിന് റിപ്പോർട്ടർ TV സർവ്വസജ്ജമായി കാത്തിരിക്കുകയാണ്. ഓക്കെ, VS സുജിത്ത്, താങ്ക് യു VS സുജിത്ത്.